ശ്രീകുമാരൻ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയില്ലാതെ എന്തുകൊണ്ട് വരുവാൻ ഉറപ്പുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യും. എന്നാ ശ്രീയേട്ട ഇത്ര ലേറ്റ് ആയത്? സോറി, കുറച്ച് ലേറ്റ് ആയി. ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയില്ലാതെ ചോറിറങ്ങില്ലാന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്തിരിക്കുക. ആണോ? എന്നാ ദാ പിടിച്ചോ. ഈ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി കൂട്ടാ എനിക്ക് മനസ്സിലാവാത്തത്. അതൊക്കെ മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ മാധവ. അതറിയില്ല. ഇതിനെ ക്രിയേറ്റിവിറ്റി എന്ന് പറയും. അത് പഠിച്ചെടുക്കാൻ ലോകത്തൊരു സ്കൂളില്ല. ഓഹോ, ഇത് ചമ്മന്തിയല്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണക്കച്ചെമ്മീൻ ഉള്ളി മുളകും ചവച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉണക്കച്ചെമ്മീൻ തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. പക്ഷേ കഴുകുമ്പോൾ ശ്രദ്ധിക്കുക, കുതിർന്ന് പോകരുത്. പെട്ടെന്ന് തന്നെ നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റുക. എന്നിട്ട് വറുക്കാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. ഇനി സ്റ്റവ് ഓൺ ആക്കിയിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അത് കയ്യിൽ പിടിച്ച് ഞെരടുമ്പോൾ അതൊന്ന് പൊട്ടി വരുന്ന പാകമാണ് ഇതിന്റെ കറക്റ്റ് ആ ഒരു വറുത്തെടുക്കുന്ന ഒരു പാകം. ഇനി നമുക്ക് ആ ചട്ടിയിൽ നിന്ന് ചെമ്മീൻ മാറ്റി വെക്കാം. ശേഷം എരിവിന് ആവശ്യമുള്ള 4-5 ഉണക്കമുളക്, അതുപോലെ 15 മുതൽ 20 ചെറിയുള്ളി രണ്ടും നന്നായിട്ട് തന്നെ ചതച്ചെടുക്കാം. ഇനി നമുക്ക് ആ ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ചതച്ച് വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. കൂടെ അല്പം ഉപ്പും 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന ആ ചെമ്മീൻ ഉണ്ടല്ലോ, അതുകൂടി ഇളക്കി ചേർത്ത് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറു തീയിൽ മൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചെമ്മീൻ ഉള്ളി മുളകും ചതച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പം വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് ഒരെണ്ണം മതിയാകും. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റ് ചോറൊക്കെ നമുക്ക് കാലിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വോട്ട് ചെയ്യാൻ മറക്കല്ലേ.